ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം നിരന്തരമായി ദൈവവചനം ധ്യാനിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ശുശ്രൂഷകൾ അനേകരുമായി പങ്കുവയ്ക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എല്ലാവരും പിടിക്കപ്പെടണം. എല്ലാവർക്കും സൗജന്യമായി കർത്താവ് കാൽവറിയിൽ നേടിയ രക്ഷ ലഭിക്കണം. എല്ലാവരും നിത്യജീവൻ്റെ അവകാശികളായിത്തീരണം, നിത്യസ്വർഗത്തിൽ എത്തിച്ചേരണം. ഇതെല്ലാമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഒരു അനുഭവത്തിലേക്കും ഈ ഭൂമിയിൽ വെച്ച് ആ ഒരു യഥാർത്ഥമായ അവകാശത്തിലേക്കും നാം വരുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ, അത് രോഗമാകട്ടെ, കടബാധ്യതകളാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, ഞെരുക്കങ്ങളാകട്ടെ, അങ്ങനെ ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം തക്ക സമയത്ത് ആവശ്യമെങ്കിൽ കർത്താവ് നടത്തിത്തരും. ഞാൻ പറഞ്ഞത് കേട്ടോ, ആവശ്യമെങ്കിൽ. സ്തോത്രം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എപ്പോഴും ആവശ്യമില്ല. ചില അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാൽ അത് ഒരുപക്ഷെ ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുന്നതായിരിക്കുമോ? ആയിരിക്കാൻ സാധ്യതയില്ലേ? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവം മൗനമാകുന്നത്. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തന്നെ ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങളാരും നിരാശപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും പലവട്ടം പ്രാർത്ഥിച്ചിട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ തളർന്നും പോകരുത്. മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, തളരാതെ പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതാണോ ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും ചില കർമ്മ പദ്ധതികളും? നിങ്ങളെല്ലാവരും പറയും അല്ല, ഒരിക്കലുമല്ല എന്ന്. മനുഷ്യന് ദൈവം നൽകിയ ആ ജീവിതം, അതല്ലേ ഏറ്റവും വലുത്? അതിനേക്കാൾ വലുതാണോ മറ്റെന്തെങ്കിലും? അല്ല. പക്ഷെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയാൽ മനുഷ്യ ജീവിതങ്ങൾക്ക് വില കുറവും മറ്റു പലതിനും വിലയുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിനു പറയണം, ഇവിടെ മനുഷ്യ ജീവിതത്തെക്കാളും നമുക്ക് തോന്നിപ്പോകും. ഏതെങ്കിലും ഒരു മൃഗത്തെ ഉപദ്രവിച്ചാൽ, ഏതെങ്കിലും ഒരു മൃഗത്തെ അറിയാതെ പോലും ഒന്ന് വണ്ടി തട്ടി അതിനൊരു ആക്സിഡൻറ്റ് വന്ന് അതൊന്ന് ചത്തുപോയാൽ ഒരു മനുഷ്യൻ, ഞാൻ അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, ഒരു മനുഷ്യൻ മരിക്കുന്നതിൽ പോലും വലുതായി കാണുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് മാത്രം ദൈവം കൊടുത്തതാണ് ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. മൃഗങ്ങൾക്ക് ശരീരവും മനസ്സും മാത്രമേ ഉള്ളൂ, ആത്മാവില്ല. അത് മനുഷ്യന് ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ അംശമാണത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ ദേഹവും ദേഹിയും ആത്മാവുള്ള മനുഷ്യ ജീവിതത്തെക്കാൾ വിലമതിക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ. മനുഷ്യനെ കൊല്ലുന്നു, സഹജീവികളെ കൊല്ലുന്നു. എന്തിന്? സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യമാര്, സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഭർത്താക്കന്മാർ, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ്. സ്നേഹമുള്ളവരെ പോലും നശിപ്പിച്ച് കളയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സ്നേഹം ഉണ്ടെന്ന് തോന്നും, സ്നേഹിക്കേണ്ടതാണ്. പക്ഷേ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഈ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുവാൻ പോലും ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. എന്താണ് പ്രിയരെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടനായ പിശാചുണ്ട്. ദൈവം മനുഷ്യ ജീവിതത്തെ വിലയുള്ളതായി കാണുന്നു. ഒരു മനുഷ്യൻ്റെ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണെന്ന് ദൈവം കരുതുമ്പോൾ, മനുഷ്യൻ നിസ്സാര കാര്യത്തിന്, ഒരു ചെറിയ വാക്ക് തർക്കം വരുമ്പോൾ, ഒരു വിദ്വേഷം വരുമ്പോൾ, ഒരു ചെറിയൊരു എമൗണ്ട് രൂപയുടെ കാര്യം വരുമ്പോൾ, ഒരു വസ്തുവിൻ്റെ തർക്കം വരുമ്പോൾ മനുഷ്യൻ കൊന്നുകളയുന്നു, ജീവൻ അപഹരിച്ചു കളയുന്നു. എത്ര ഭയാനകമാണത്! അന്ധകാരത്തിൻ്റെ വ്യാപാരത്തിൻ്റെ കാഠിന്യമാണ് അത് എല്ലാം നമ്മെ കാണിച്ചു തരുന്നത്. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വിലയുള്ളതിന് വേണ്ടി ചെലവഴിക്കണം. നമ്മുടെ മനുഷ്യ ജീവിതത്തിന് വിലയുണ്ടെന്ന് നാം കാണണം. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം നാം ചിന്തിച്ചു വരുമ്പോൾ, യേശുക്രിസ്തു ദൈവാലയത്തിൽ ചെന്ന് വരണ്ട കൈയുള്ള മനുഷ്യനെ കാണുന്നതും അവനെ സൗഖ്യമാക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചതും
അവനോട് എഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ നടുവിൽ നിൽക്ക എന്ന് കർത്താവ് കൽപ്പിച്ചു. അവനങ്ങനെ ചെയ്തു. പക്ഷേ അവിടെ ഇരിക്കുന്നതായി അനേകം ഭക്തി ഉണ്ടെന്ന് നടിക്കുന്ന അനേകം ആളുകൾ, എനിക്ക് ദൈവഭക്തിയുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നു, ഇങ്ങനെയെല്ലാം പുറമെ വാക്കുകൾ കൊണ്ട് പറയുകയും എന്നാൽ വാസ്തവമായി ദൈവത്തെ തിരിച്ചറിയുകയും ചെയ്യാത്ത വലിയൊരു കൂട്ടം ജനം, അവർക്ക് മനുഷ്യജീവിതത്തെക്കാൾ വലുത് ആചാരങ്ങളാണ്, മനുഷ്യജീവിതത്തെക്കാൾ വലുത് അനുഷ്ഠാനങ്ങളാണ്, മനുഷ്യജീവിതത്തെക്കാൾ വലുത് ചില കർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിന്നെ അവൻ അവരോട്, യേശു അവരോട് പറയുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവർ മിണ്ടിയില്ല. മിണ്ടാതിരുന്നത്, അവര് മിണ്ടിയാൽ സത്യം പറയണ്ടേ? സത്യം പറഞ്ഞില്ലെങ്കിൽ വീണ്ടും കർത്താവ് ചോദ്യം ചോദിക്കും. മനുഷ്യൻ്റെ ജീവിതമാണോ ശാപത്താണോ വലുത്? മനുഷ്യൻ്റെ ജീവിതമാണോ അതോ തിന്മ ചെയ്യുന്നതാണോ വലുത്? നന്മയാണോ തിന്മയാണോ വലുത്? മനുഷ്യ ജീവിതമാണോ അതോ ചില ആചാരങ്ങളാണോ വലുത്? ഇതാണ് കർത്താവ് ചോദിച്ചത്. നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും പറയും നന്മ ചെയ്യുന്നതാണ് നല്ലതെന്ന്. പക്ഷേ നാം ഈ മനുഷ്യൻ നന്മ ചെയ്യുന്നതെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? നോക്കിയാൽ ഇല്ല എന്ന് പറയാം. എത്രയോ സുവിശേഷകര്, ജീവിക്കാൻ മാർഗമുള്ള അനേകര് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ തേടി വനാന്തരങ്ങളിലും ഉൾക്കാടുകളിലും ഉൾസ്ഥലങ്ങളിലും മറ്റാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിലും വാഹനങ്ങൾ പോലും ചെല്ലാത്ത സ്ഥലങ്ങളിലും നടന്ന് യാത്ര ചെയ്ത് അവർ പ്രതിഫലേച്ഛ കൂടാതെ അനേകരോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. വലിയൊരു നന്മയാണ്. എത്രയോ സുവിശേഷം പറയുന്ന മിഷണറിമാർ അവർ കുടുംബമായി പോയി വിദ്യാഭ്യാസം കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് നല്ല സതുപദേശങ്ങൾ കൊടുക്കുന്നു. അതെല്ലാം നല്ലതാണ്. പക്ഷേ ആ നന്മയെ തിരിച്ചറിയാതെ തിന്മയുടെ ചില മറവിൽ നിന്നുകൊണ്ട് ഇവരെ ഉപദ്രവിക്കുന്നു. ഇതാണ് യേശു പറഞ്ഞത്. നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ നല്ലത്? ജീവനെ രക്ഷിക്കുന്നതാണോ നശിപ്പിക്കുന്നതാണോ നല്ലത്? ശബദം ആചരിക്കുന്നതാണോ ഒരു മനുഷ്യന് ജീവനെ രക്ഷിക്കുന്നതാണോ നല്ലത്? ചില ചടങ്ങുകളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്നതാണോ അതോ ജീവനുള്ള ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? കർത്താവ് വളരെ വ്യക്തമായി ചോദിച്ചു. ഇന്നും നമ്മോടും അതാണ് കർത്താവ് ചോദിക്കുന്നത്. മോനെ, നിന്റെ ആത്മാവ് ആണോ വിലയുള്ളത് അതോ നിനക്ക് ചില കർമ്മങ്ങളോ ചില ആചാരങ്ങളോ ചില അനുഷ്ഠാനങ്ങളോ ചെയ്യുന്നതാണോ നീ പ്രാധാന്യമുള്ളതായി കാണുന്നത്? ഇന്ന് വിരോധാഭാസം പോലെ തോന്നും. അവനവൻ്റെ ആത്മാവിന് വേണ്ടി കരുതേണ്ട മനുഷ്യൻ ആത്മാവിനെ എങ്ങനെ കരുതണം? അവനവൻ്റെ ആത്മാവ് എങ്ങനെ രക്ഷയിലേക്ക് വരും? എങ്ങനെ നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കാം? എങ്ങനെ ദൈവത്തെങ്കിലേക്ക് അടുക്കാം? എല്ലാം ഈ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പിറകോട്ട് തള്ളി ഇന്ന് അനേകർ ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കർമ്മങ്ങളുടെയും ചില പദ്ധതികളുടെയും പിന്നാലെ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യം അറിയൂ. ഒരാചാരമോ ഒരനുഷ്ഠാനമോ ഒന്നും ഒരു മനുഷ്യനെ രക്ഷിക്കുന്നില്ല. രക്ഷയ്ക്കുള്ള ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ തിരുരക്തത്താലാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമയാഗത്താൽ ആ പരിപാവന രക്തം ചൊരിഞ്ഞതിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടിയത്. അത് സൗജന്യമാണ്. ഒരാൾ വില കൊടുത്തു, യേശുക്രിസ്തു വില കൊടുത്തു, പക്ഷെ നമുക്ക് സൗജന്യമായി തന്നു. വിലയുള്ളതാണ് രക്ഷ. പക്ഷേ ആ വിലയുള്ള രക്ഷ നമുക്ക് സൗജന്യമായി തന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അത്രയും വില കൊടുത്തത്? നമ്മുടെ ആത്മാവ് അത്രയും വിലയുള്ളതാണെന്ന് കർത്താവിന് മനസ്സിലായി. സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ് ഒരു മനുഷ്യന്റെ ആത്മാവെന്ന് ജീവനുള്ള ക്രിസ്തു മനസ്സിലാക്കി തൻ്റെ സ്വന്തം ജീവൻ പോലും യാഗമാക്കുവാൻ കാൽവറിയിൽ എല്ലാം തകർക്കപ്പെട്ടവനായി, അടിയേറ്റവനായി, നിന്ദിക്കപ്പെട്ടവനായി, തുപ്പലേറ്റവനായി, എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ടവനായി, ദുഷിക്കപ്പെട്ടവനായി യേശു നിന്ന് ഏറ്റു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന് വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തുവെന്ന്
എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം, എൻ്റെ പ്രിയരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാത്തിനേക്കാളും വലുതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങളൊന്ന് കാണൂ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അത് സഭയെക്കാളും, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ആചാരങ്ങളെക്കാളും, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ചില അനുഷ്ഠാനങ്ങളെക്കാളും, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിനേക്കാളും വലുതാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ സ്നേഹം അത് ഏറ്റവും വലുതാണ്, ഏറ്റവും അത്യുദാത്തമാണ്. നിങ്ങൾ കാൽവറി ക്രൂശിലേക്ക് നോക്കിയാൽ യേശുവിൻ്റെ സ്നേഹം കാണാം. ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ ആണിപ്പഴുതേറ്റ് 3 ആണികളാൽ കെട്ടപ്പെട്ടവനായി യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നത് മോനെ നിന്നെ സ്നേഹിച്ചതുകൊണ്ടാണ്, നിന്റെ ആത്മാവിനെ രക്ഷിക്കാനാണ്. നിനക്ക് നിന്റെ ആത്മാവിനെ കുറിച്ച് വിലയില്ലെങ്കിലും നിന്റെ ആത്മാവിനെ കുറിച്ച് വിലയുള്ളൊരു യേശുവുണ്ട്. യേശുവിന് വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യേശു സ്വന്തം ജീവൻ പോലും ത്യജിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായത്. അതുകൊണ്ട് നാം യേശുവിൻ്റെ വചനം കേൾക്കുക. യേശു ചോദിച്ചു, ഞാൻ ഈ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കുകയാണോ അതോ ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നാലെ പോവുകയാണോ വേണ്ടതെന്ന്. അവർ മിണ്ടിയില്ല. അവർ മിണ്ടാതിരിക്കാൻ കാരണം യേശുവിനെ കുറ്റം ചുമത്തണം. ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു പക്ഷേ ആ മൗനത ഭേദിച്ചുകൊണ്ട് യേശു ചിലതെല്ലാം പ്രവർത്തിച്ചു. അത് നമുക്ക് അടുത്ത പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാം. യേശു എന്താണ് ചെയ്തത്? അവർ മിണ്ടാതിരുന്നു. പക്ഷേ യേശു വളരെ ധൈര്യമായി സത്യം പറഞ്ഞു. അതേ, ഈ കാലഘട്ടത്തിൽ സത്യം പറയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സത്യം പറയണം, സത്യം പ്രസംഗിക്കണം. ഏതാണ് സത്യം? ക്രിസ്തുവാണ് സത്യം. ഈ തിരുവചനമാണ് സത്യം. അതിൽ നിന്നൊന്നും മാറ്റരുത്, ഒരു വള്ളി മാറ്റരുത്, ഒരു പുള്ളി മാറ്റരുത്. ഇന്നും വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയുന്ന അനേകരും ഈ വചനത്തിലുള്ള ചിലതെല്ലാം മാറ്റിക്കളയുന്നു. വചനത്തിൽ എന്തു പറയുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നതാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കും ദൈവ വചനത്തെ ബഹുമാനിക്കാം. ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് നമുക്ക് വില കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ചില കർമ്മമാർഗങ്ങളാൽ ആരും രക്ഷപ്പെടുകയില്ല. കർത്താവിന് സ്തോത്രം. വിശ്വാസത്താലാണ് രക്ഷ. കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു എനിക്ക് വേണ്ടി യാഗമായി. ഞാൻ ആ ക്രൂശിൽ മരണത്തിൽ വിശ്വസിക്കുന്നു. അതെൻ്റെ പാപം പൊക്കാനാണ്. ഞാനത് വിശ്വസിക്കുന്നു. നാഥ, അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകി, എന്നെ വെടിപ്പാക്കി ഒരു പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ കർത്താവിൻ്റെ രക്തം നിങ്ങളെ കഴുകും. കർത്താവ് നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങൾ മായ്ച്ചു തരും. നിങ്ങളുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. നിങ്ങൾക്കും രക്ഷയുടെ അനുഭവം കിട്ടും, രക്ഷയുടെ സന്തോഷം കിട്ടും. ഹല്ലേലൂയ. നിത്യജീവൻ്റെ ഓഹരിക്കാരായി നിങ്ങൾക്കും തീരാം. നിങ്ങൾ ഏത് സമയത്ത് കടന്നു പോയാലും ദൈവരാജ്യത്തിൽ എത്തുവാനുള്ള ഭാഗ്യവും പദവിയും ദൈവം നിങ്ങൾക്ക് നൽകും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുവാനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാനാകട്ടെ. സ്തോത്രം.